പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷോർട്സ് വീഡിയോസ് മലപ്പുറമാണ് സംസാരിക്കുന്നത്. ഇന്നൊരു സുപ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. പ്രത്യേകമൊന്നുമല്ല, നമ്മുടെ അയൽരാജ്യമായ നമുക്ക് അന്നം തരുന്ന ദുബായ്, സൗദിയ എന്നിവിടങ്ങളിലുള്ള ഒരു ചെറിയൊരു ന്യൂസാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തൊരു യുദ്ധം നടന്നാൽ അതിനെ സംരക്ഷിക്കുന്ന ആൾക്കാർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പം നമ്മളെ പോലത്തെ കുറേ ആൾക്കാർ അതിൻ്റെ വിഷ്വൽ എടുത്ത് ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുക എന്ന ഒരു പ്രക്രിയ വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അത് ഉടനെ നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സുഹൃത്തുക്കുണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് കിട്ടുന്നൊരു വിഷ്വലാണ്. അത് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതാണ്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ. ഇന്നലെ രാത്രി കവാനീജ് ഭാഗത്ത് ഒരാള് റൂമിന്റെ പുറത്ത് നിന്നിട്ട് ഫോൺ ചെയ്യാം. രാവിലെ ഏർലി മോർണിംഗിലാണ്, 4 മണിക്കാണ്. ആള് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഫോൺ ചോദിച്ചു. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ CID ആണ്. അപ്പോൾ അവർ ഫോൺ കൊടുത്ത് ഗാലറി ചെക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന്റെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. ആളുടെ റൂം എവിടെയെന്ന് ചോദിച്ചു, റൂം കാണിച്ചു കൊടുത്തു. റൂമിൽ ഉണ്ടായിരുന്ന 3 പേരുടെ ഫോണിൽ നിന്ന് ഈ സെയിം വീഡിയോസ് കിട്ടി. 4 പേരെയും കൊണ്ടുപോയിട്ട് എവിടെ ഉള്ളതെന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല. ഇപ്പൊ കുറച്ച് നേരത്താണ് സ്പോൺസറെ വിളിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി അതിന്റെ ഫൈന് വലിയ ഫൈനാണ്, ചിലപ്പോൾ ജയിലുണ്ടാവും. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഫോണിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫോട്ടോ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും എടുത്ത് ഫോണിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എടുക്കുക, ഡിലീറ്റ് ചെയ്യുക. ആരെങ്കിലും ചിലപ്പോൾ ആ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ എടുത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഫോണിൽ വെക്കരുത്. ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നമാണ്. നമ്മൾ പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല പറഞ്ഞിട്ട്. കാരണം ഇവർ അത്രയും നമ്മളെ വാൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫോട്ടോസ് എടുക്കരുത്, വീഡിയോസ് എടുക്കരുത്. നമ്മളുടെയും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ട് എല്ലാവർക്കും ഈ അറിവ് എത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും. വെറുതെ നമ്മളൊരു ചീത്തപ്പേരുണ്ടാക്കി വെക്കാതിരിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനൊരു നഷ്ടം വരാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരുണ്ടെങ്കിലും ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്, പുതിയ വാർത്തകളുമായിട്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.